അമ്മ അമ്മ പറഞ്ഞ ശരിയാണ്ട അമ്മ. രാവിലെ അടുക്കളയിൽ കയറി ജോലി ചെയ്യുമ്പോഴേ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യണം. പോസിറ്റീവ് എനർജിക്കൊന്നും ഒരു കുഴപ്പമില്ല. നാളെ തൊട്ട് കുളിക്കാതെ അടുക്കളയിൽ കയറിയാ നോക്കിയോ. ഇതെന്താ ഇത് പടവലത്തെ അമ്മൂമ്മ എൻ്റെ അടുത്ത് തന്നെയാണോ പറയണേ? ആര് പറഞ്ഞാലും എന്താ അനുസരിക്കൂലല്ലോ. അമ്മ നമുക്ക് ഈ ദോശയിലേ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഹോട്ടലുകാരൊക്കെ ഉണ്ടാക്കില്ലേ, ഒരു ഉത്തപ്പം പോലെ ഉണ്ടാക്കിയാലോ? ഒന്ന് പോവേണേ ഊത്തപ്പം. അമ്മ ചുമ്മാ ഉണ്ടാക്കി നോക്കാം, കേശുവിനൊക്കെ ഇഷ്ടപ്പെടും. അതെന്നെ പേടി. എന്റെ കഷ്ടകാലത്തിന് അവനെങ്ങാനും ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ ഡെയിലി ഞാൻ ഊത്തപ്പം ഉണ്ടാക്കി കിടക്കേണ്ടി വരും ഇവിടെ. ചായ ഉണ്ടോ? ചായ ഉണ്ടോ? എടാ നിന്റെ കൂടെ അല്ലേ ആ വിനായകൻ പഠിച്ചേ? ആ വിനായകൻ, അവൻ എന്റെ പേപ്പർ നോക്കി എഴുതിയിട്ടാണ് 10+1+2 ഒക്കെ പാസ് ചെയ്തത്. എന്ത്? അല്ല ഞാൻ അവനെ ബാങ്കിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നേ. പാവമല്ല, ലോൺ എടുക്കാൻ വന്നായിരിക്കും. പിന്നെ ലോൺ എടുക്കാൻ വന്നതല്ല, അവനവിടെ ജോലിയുണ്ട്. ജോലിക്ക് വന്നതാ. അങ്ങനെയാ ആമ്പിള്ളേര്. എനിക്ക് തോന്നണതേ ഇവൻ ആ ചേട്ടന്റെ പേപ്പർ നോക്കി അമ്മ അത് ചിലപ്പോ അവന്റെ അച്ഛൻ സർവീസിലിരുന്നപ്പോ മരിച്ചപ്പോ ഒഴിവിന് കിട്ടിയ വല്ല ജോലിയായിരിക്കും. വിഷ്ണു ആവശ്യമില്ലാത്ത പറയല്ലേ. അവനെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയ ജോലിയാ. അല്ല അമ്മ ഏത് വിനായകനും ഉദ്ദേശിച്ചത്? കന്നഡ വെച്ച് വിനായകനാണ്. ഞാൻ ചോദിച്ചൊരു കുള്ളനുണ്ട്, അതുകൊണ്ട് അങ്ങനെ കൺഫ്യൂഷൻ ആയി മാറിപ്പോയതാ. അതാണ് ചോദിച്ചത്. അല്ല പിന്നെ വേറെന്തൊക്കെ ചോദിച്ചു? അവൻ ചോദിച്ചത് നിനക്ക് ജോലി ചെയ്യാന്ന് ചോദിച്ചു. അവന്റെ അമ്മ എന്ത് പറഞ്ഞു? ഞാൻ വെറുതെ തെക്കോട്ടും വടക്കോട്ടും നടക്കാന്ന് പറഞ്ഞു. എന്തോന്നമ്മ, അമ്മയ്ക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ആണുങ്ങൾ പണിക്ക് പോയിട്ട് അങ്ങനെ കുടുംബങ്ങളുടെ അവസ്ഥ ഈ കുടുംബത്തിനില്ലാന്ന്. എന്താടാ നീ അച്ഛനെ പോലെ തുടങ്ങാൻ പോവാണോ? പിന്നെ അല്ലാണ്ട് കഴിഞ്ഞ തലമുറയിൽ അമ്മ ജോലിക്ക് പോയി, ഈ തലമുറയിൽ ഞാൻ ജോലിക്ക് പോകണം. അതാണ് സാർ ഉദ്ദേശിച്ചത്. എടുക്കാൻ പറ്റണ്ട വിഷ്ണു. അങ്ങനെ എങ്ങാനും തുടങ്ങിയ ഞാൻ അങ്ങനെ ഒന്നല്ല അമ്മ ഉദ്ദേശിച്ചത്. അമ്മയ്ക്ക് അറിയാലോ എന്റെ പാഷൻ ആൻഡ് ഡ്രീം വേറെയാണ്. ഈ രാവിലെ 9 മണിക്ക് പോയിട്ട് വൈകുന്നേരം 6 മണിക്ക് വരെ ആ ഡെയിലി റൂട്ടീൻ അങ്ങനത്തെ ഇത് വർക്കൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇതന്നെയല്ലേ ഞാനും പറഞ്ഞേ. അമ്മ ജോലിക്ക് പോയ പോലെ ഞാനും ജോലിക്ക് പോകണം, എന്നിട്ട് സാറിന് ഇവിടെ നിന്ന് തിന്നണം. അതാണ് അങ്ങനെ നീ ജോലിക്ക് പോയിട്ട് പണിയെടുത്തിട്ട് ഇവിടെ നിന്ന് തിന്നേണ്ട അവസ്ഥ ഞാൻ ഇവിടെ നിന്ന് അപ്പൊ തന്നെ വീടോട്ട് ഇറങ്ങിപ്പോകും. ഇറങ്ങിക്കോ, ഇപ്പോഴേ നീ ഇറങ്ങിക്കോ. ഒന്ന് പോടി ഒന്ന്. +2 കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാതെ നിനക്ക് എന്ത് കിട്ടാനാണ്? അമ്മ ഇവന്റെ അടുത്ത് പോ പറയാമേ. ഒന്ന് പോടാ. വല്ല ആണ്ടിലും കൂടെ എത്ര ആൾ അടുക്കള ഒന്ന് കിട്ടണേ, അതുകൂടെ നശിപ്പിക്കല്ലേ. പോയങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്താ അങ്ങനെയാണെങ്കിൽ ഓക്കെ? ഇതെടുക്കാൻ പറ്റണ്ട. അത് നശിപ്പിച്ചല്ലേ. ഞാൻ അപ്പോഴേ വിചാരിച്ചു കയറിയിട്ടുണ്ടെ കുളമാക്കിയിട്ടേ പോകുള്ളൂ. ഒന്ന് പോയെന്ന്. കുളിക്കാതെ നനക്കാതെ അടുക്കളയിലേക്ക് ഇറങ്ങി പോകും രാവിലെ തന്നെ. കേശു, ശിവ, ദോശ റെഡിയാ? നീയല്ലേ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ ദോശ കഴിക്കില്ലെന്ന്. അത് നീ പണിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് മേടിച്ച് ഉണ്ടാക്കുന്ന ദോശ കഴിക്കില്ല എന്ന് പറഞ്ഞ. ഇത് അമ്മ ഉണ്ടാക്കുന്ന പൈസയിൽ നീ ഉണ്ടാക്കിയ ദോശ, അത് കഴിച്ച നോ പ്രോബ്ലം. പിള്ളേര് ഇത് എവിടെ പോയി കിടക്കാണ്? എടാ കേശുവേ, ശിവ വരണു വിളിക്കണേട്ടതൊന്നും ഇവിടെ കനത്തിലുണ്ടാക്കി വെച്ചിരിക്കണം ദോശ. അപ്പൊ വേണ്ടല്ലോ നിനക്ക്? വേണ്ട. എന്റെ അമ്മ അവൻ ഇങ്ങനെ പറയുമെങ്കിൽ അവൻ അവസാനം കഴിക്കും. പിന്നെ എന്തിനാ ചോദിക്കാൻ നിൽക്കണേ? ഇതേ സാധാരണ വളർന്നു എനിക്ക് വേണ്ട ദോശ. ഷോണിക്കത് കഴിക്കടാ. അമ്മ ഉണ്ടാക്കിയതല്ലേ ഇത്, ഞാനേ ഉണ്ടാക്കിയ. എന്നാ പിന്നെ ഒട്ടും കഴിക്കണില്ല. എടാ നിന്ന് വാച ഓടിക്കണ്ട, വേണേ കഴിക്കേ. വേണ്ടമ്മേ. വേണ്ടല്ലോ. വേണ്ട. എന്നാ കഴിക്കണ്ട. നീ കഴിക്കേ. വാ ശിവ ഇരിക്ക്. കേശു കഴിക്കാത്ത ദോശ ഞാൻ കഴിക്കാൻ പോണെന്ന് നമുക്ക് തോന്നുന്നുണ്ടമ്മ. ഞാൻ ഉണ്ടാക്കിയ ദോശ ആയതുകൊണ്ടല്ലേ എല്ലാവർക്കും കഴിക്കൊരു മടി. അതുകൊണ്ടൊന്നും അല്ലേ ചേച്ചി, ദോശ കഴിച്ചു വെറുത്തു പോയി. അതുകൊണ്ടാ അമ്മ ഇവിടെ വരെ ദോശ ഫെസ്റ്റിവൽ നടക്കണം. ഇങ്ങനെ ദോശ ഉണ്ടാക്കി വെക്കാൻ തട്ടുകടയിൽ പോയി എത്ര ദോശ ഉണ്ടായി കാണും. അല്ല അമ്മ പിള്ളേർ പറഞ്ഞാലും കാര്യമുണ്ട്. അമ്മ എളുപ്പം പണി നോക്കാനല്ലേ ദിവസം ദോശ ഉണ്ടാക്കണം. ഈ ദോശ ഉണ്ടാക്കൽ അത്ര എളുപ്പമാണെന്ന് വിചാരിച്ചിരിക്കണേ. പിന്നെ അല്ലാതെ പണ്ടൊക്കെ ആണെങ്കിൽ മാവ് ആട്ടി ഉണ്ടാക്കി എന്നിട്ട് ദോശ ഇടണം. ഇത് റെഡിമെയ്ഡ് മാവ് കിട്ടുമല്ലോ, എന്നിട്ട് എടുത്ത് അധികം കുറ്റം പറയണ്ടാട്ടാ അമ്മേനെ. ഒരു സൈഡിൽ കേറി നോക്ക, അപ്പൊ കാണാം. ഡേഡി ചെന്നൈയിലും അമ്മ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കുക്ക് ചെയ്തേട്ടാ. I was the chef of my own food. ചേട്ടാ ചേട്ടൻ കുക്കാണോ കുക്കിംഗ് അല്ലെന്ന് ഒന്നും അറിയണ്ട. എന്താ ചേട്ടന് പാചകം അറിയോ പാചകം അറിയത്തില്ലേ എന്നല്ല ഇവിടുത്തെ വിഷയം. ഇംഗ്ലീഷ് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്തും പോയോടുന്നു. അമ്മേ ദോശ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകാതെ അതന്നെ എങ്ങനെ ഈ ദോശയുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാം, അതാണ് ഇപ്പൊ നമ്മുടെ. രക്ഷപ്പെടുത്തി തരാം. പിടിച്ചേ. വാ നമുക്ക് കഴിക്കാം. കഴിക്കണ്ട. പോയാന്ന് എന്റെ 5ന്റെ പൈസ ഇല്ല അമ്മ. എനിക്കും വേണം ദോശ. നിങ്ങൾ രാവിലെ തന്നെ പട്ടിണിക്ക് ഇടുമല്ലോ. വഞ്ചകൻ. കേശു ഇന്നൊരു ദിവസത്തേക്ക് കഴിക്കും, നാളെ തൊട്ട് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അമ്മ ഇതന്നെയല്ലേ അമ്മ കുറെ കാലമായിട്ട് പറഞ്ഞോണ്ടിരിക്കണത്. അമ്മ എന്നല്ലേ പറഞ്ഞേക്കണേ പണ്ട് അമ്മയുടെ വീട്ടില് അരി ഇടിച്ച് പൊടിച്ച് അതുകൊണ്ട് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്.
ഈ പോക്ക് പോയാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് ദോശയുടെ കഥ മാത്രമേ പറയാനുണ്ടാകത്തുള്ളൂ. മക്കളോടാ? എടാ കേശു, പണ്ടത്തെ പോലെയല്ല ഇപ്പോ. പണ്ട് ഒരുപാട് അംഗങ്ങളുണ്ട്, അവരെല്ലാരും കൂടെ ചേർന്ന് അരി ഇടിക്കാനും പൊടിക്കാനും ഒക്കെ സഹായിക്കുമായിരുന്നു. ഇവിടെ അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആരെങ്കിലും കയറും അടുക്കളയിലേക്ക്? ആണ്ടിലും കൊല്ലത്തിലും ഈ മന്ത്രിമാര് മണ്ഡലം സന്ദർശിക്കുന്ന പോലെ ലച്ചു കയറും. ഞാൻ ആണ്ടിലും കൊല്ലത്തിനാണ് അടുക്കളയിൽ കയറാറ്. ഞാൻ കണക്കൊന്നും എഴുതി വെച്ചിട്ട്. എന്നാ ഞാൻ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ? അച്ഛനെ പോലെ സഹവാസം. അമ്മ ഓലക്കൊന്നും ഇല്ലാത്ത വീട്ടിൽ എങ്ങനെ അമ്മ അരി ഭക്ഷണം ഉണ്ടാക്കണേ? പറ. അവിടുന്ന് അരി ഭക്ഷണം കഴിക്കത്തില്ലേ? കേശു അമ്മ ഒഴിയാൻ വേണ്ടി ഓരോരോ നമ്പർ പറയും. അല്ല പിന്നെ ഞാനേ അമ്മ ഈ കടയിൽ നിന്നൊക്കെ അരിപ്പൊടി മേടിക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ മേടിച്ചു നിക്ക് പറയട്ടെ. ഞാൻ നമ്പർ പറയണമെന്നും അല്ല. ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊടി നീ പറഞ്ഞില്ലേ, കടയിൽ നിന്ന് കിട്ടുന്ന പൊടിന്ന്, അതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമോ? മായം ചേർത്തിട്ടാണ് ഈ പാക്ക് ചെയ്തൊക്കെ വരണേ. അതൊന്നും മേടിച്ച് കഴിക്കാനൊന്നും പാടില്ല. അയ്യോ, അമ്മ പറയണ കേട്ടോ, ഒന്ന് അമ്മ ദിവസം ഉണ്ടാക്കിയിരുന്ന ദോശ മറ്റേ ആട്ടുകല്ലിൽ ആട്ടി ഉണ്ടാക്കിയ ദോശമാവുന്നതാണോ? പാക്കറ്റിൽ തന്നെയല്ലേ ദോശ ഉണ്ടാക്കിയിരുന്നത്? ആട്ടുകല്ലിൽ ആട്ടിയ ദോശ തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ കുടുംബശ്രീക്കാരില്ലേ ലച്ചു, അവരാട്ടിയെടുക്കണത്. അതിനകത്ത് അവർ മായൊന്നും ചേർക്കൊന്നുമില്ല. പെണ്ണുങ്ങളല്ലേ. ഈ കുടുംബശ്രീക്കാർക്ക് അരിപ്പൊടി ഉണ്ടാക്കി വിട്ടാല്? എടാ, അരിപ്പൊടി ഉണ്ടാക്കാൻ ഭയങ്കര കഷ്ടപ്പാടാടാ. അരി മേടിക്കണം, കഴുകണം, ഉണക്കണം, പൊടിക്കണം. ദോശമാവുമ്പോ കുറച്ച് അരിയും ഉഴുതിനെയും കൊണ്ട് കാര്യം കഴിയും. ഒരു കാര്യം ചെയ്യാം, കുടുംബശ്രീക്കാരോട് നമുക്ക് പറയാം, നാളെ തൊട്ട് അരി ഉഴുന്നൊന്നും ആട്ടണ്ട, അരി പൊടിച്ചു വെക്കാൻ. അമ്മ എന്തിനാ കുടുംബശ്രീക്കാരോട് പറയാൻ പോണേ? അമ്മക്ക് ഇനി അരിപ്പൊടി ഉണ്ടായിക്കൂടെ? ശരിയാണല്ലോ, നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്താ പോരെ? ആര് ചെയ്യുന്ന വിഷ്ണു ചേട്ടനും കേശുവും കൂടെ അരി മേടിക്കാൻ വേണ്ടി പോവും. അവര് കൊണ്ടുവന്നതിനെ നമ്മൾ തന്നെ കഴുകി വാരി ഉണക്കാൻ വേണ്ടി വെക്കും. അതിന് ഇവരുടെ കുത്തിനെ പൊടിക്കാൻ വേണ്ടി കൊടുത്തിട്ടാ പോരെ? എത്ര ദിവസം ചെയ്യും? ഒരു ദിവസം, കൂടി വന്നാൽ 2 ദിവസം. പിന്നെ തൊട്ട് ആര് ചെയ്യും? ഞാൻ തന്നെ ചെയ്യണം കേട്ടാ. അതാണ്ട് അമ്മ ഇപ്പൊ തന്നെ നെഗറ്റീവ് പറയാൻ തുടങ്ങി. എന്റെ അമ്മയെ ഞാൻ വിഷ്ണു ചേട്ടന് റെഡിയാണ്. അമ്മയെ ഈ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്കാക്കൂല. ഞാൻ വിഷ്ണു ചേട്ടൻ റെഡിയാണ്. ചേട്ടാ റെഡിയല്ലേ? നോക്കാം. റെഡി. ചേച്ചി, നമ്മൾ രണ്ടുപേരും അരി കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ 3 പേര് അരി കിട്ടിക്കഴിഞ്ഞാൽ അത് കഴുകി ഉണക്കാൻ വെക്കും. റെഡിയല്ലേ? റെഡി. എന്താവോ എന്തോ. എന്താവൻ പൈസ എന്നാണെങ്കിൽ അരി മേടിച്ചോണ്ട് വരാം. ഇതിന് പൈസ അരി മേടിക്കാൻ നിന്റെ ഇല്ലേ പൈസയൊന്നും? എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ടല്ല അമ്മ അടുത്ത് ചോദിക്കണത്. വേണമെങ്കിൽ താൻ മേടിച്ചോണ്ട് വരാം. ചിരിക്കണം എന്തിന്? അമ്മേ, അമ്മ എത്തിയാ? സാധനം കൊണ്ടുവരുന്നത് ഇവിടെ വരെ എത്തോളാ? അങ്ങോട്ട് വല്ല ലോഡിങ്ങാനും വരുമോ എടുക്കാനായിട്ട്? ഇനിയിപ്പോ അകത്തും ഞാൻ തന്നെ കൊണ്ടുവെക്കണ? പിന്നെ ഞങ്ങൾ കൊണ്ടുവെക്കോ? ഓ, ഇപ്പോഴേ കണക്ക് കുറച്ചിട്ട് തുടങ്ങിയപ്പോ. നാഴേക്ക് 40 വട്ടം പറയൂല മൂത്തമ്മ വിഷ്ണു എന്ന്. ഇതൊക്കെ മൂത്തമ്മ വിഷ്ണുവിന്റെ പണി തന്നെയാ. ഡേഡി, ഇവിടം വരെ കൊണ്ടുപോകാൻ അറിയെങ്കിലേ അകത്തും കൊണ്ടുവെക്കാൻ എനിക്കറിയാം കേട്ടാ. പിന്നെ എന്തെങ്കിലും വന്നാത്തേ? ഞാൻ ഇവിടെ വരെ കൊണ്ടുവന്ന ക്ഷീണം കാണുമല്ലോ, ഒന്ന് മാറട്ടെ. ചേട്ടൻ പറഞ്ഞിട്ടൊന്ന് 100 ചാക്കരി ഇവിടെ വരെ കൊണ്ടുവന്നു. എടാ, 5 കിലോ അരി നിനക്ക് പൊക്കാൻ പറ്റൂലേ? അമ്മേ, ഇതാ പറയണത്, വല്ലപ്പോഴൊക്കെ ശരീരം അല്ലെങ്കിൽ വല്ലതൊക്കെ ചെയ്യണോന്ന്. അമ്മ നമുക്കൊരു കോമഡി ആക്കണ. ഈ മുടിഞ്ഞാണെങ്കിലേ നമ്മൾ അരി മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. അപ്പൊ മുടിഞ്ഞാൻ ചോദിക്കണം, ഇനി അരി പൊടിപ്പിക്കാൻ അങ്ങോട്ട് ചെല്ലണം, ഇനി അരി പൊടിപ്പിക്കാൻ അങ്ങോട്ട് ചെല്ലണം. അപ്പൊ തന്നെ അരി പൊടിപ്പിച്ചിട്ട് വന്നാ പോരായിരുന്നു. മണ്ടനല്ലേടാ, തലക്കകത്ത് ഒന്നുമില്ല. ആ മോളി കാണാൻ മുടി മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തം. പിന്നെ ഞാൻ ആ സമയത്ത് അറിയാതെ പറഞ്ഞു പോയത്. എനിക്കറിയാം അരി ഇവിടെ കൊണ്ടുവന്നിട്ട് കഴുകിയിട്ട് പൊടിപ്പിക്കാൻ കൊണ്ടുപോകാൻ. അയ്യോ, അത്രയെങ്കിലും അറിയാല. കൊണ്ടേ വെക്കാം അങ്ങോട്ട്. അമ്മ, ഇത്രയും ദൂരം ഞാൻ മുടിഞ്ഞാൻ കൂടെ നടന്നിട്ട് എനിക്ക് ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം പോലും ചേട്ടൻ മേടിച്ചു തന്നില്ല. ഇതാണ് ഇവന്റെ പ്രശ്നം. എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം ആർത്തി മാത്രമേ ഉള്ളൂ. അമ്മ നാരങ്ങളും ഇവിടെ വന്നിട്ടാണെങ്കിൽ കുടിക്കാലോ, പൈസ ലാഭിക്കാലോ അല്ലെ? പിന്നെ ആണ് ഞാൻ പറഞ്ഞത്. ബാക്കി പൈസ എടുക്ക്. ലാഭിച്ച ബാക്കി പൈസ എടുക്കാൻ. അത് ഞാൻ റീചാർജ് ചെയ്തു. ഇതാണാടാ ലാഭിച്ചത്? അല്ലേ? പാവം എന്റെ കൊച്ചിന് വല്ലതും കഴിക്കാൻ മേടിച്ചെടുത്ത് അതിന്റെ ശരീരത്തെങ്കിലും കണ്ടാനല്ല. അച്ഛൻ്റെ കൂടെ പോയാണെങ്കിൽ എനിക്ക് ഇത്ര കഷ്ടപ്പെടില്ലായിരുന്നു. എടാ, മുടിയൻ ചേട്ടൻ അച്ഛനല്ല എന്ന് എനിക്ക് മനസ്സിലായില്ലേ? മതി മതി, എന്റെ പരാതിയൊക്കെ പരിഹരിച്ചു തരാം. ഇന്ന് വൈകുന്നേരം പോവല്ലോ പൊടിപ്പിക്കാൻ. അപ്പൊ നിങ്ങൾ മേടിച്ചെന്നാ വരാം. സത്യം. മേടിക്കലൊക്കെ പിന്നെ മേടിക്കാം. ഇതുകൊണ്ട് അവിടെ വെക്കടാ വർക്ക് ഏരിയയില്. ഇപ്പോഴേ കഴുകി ഉണക്കിയിട്ട് ഉണക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് ഉണക്കിയിട്ട് നല്ല വെയിലുണ്ട്. കേശു, ഒരു കാക്കേന്റെ തൂവലെടുത്തുണ്ടോ? എന്തിനാ കാക്കത്തൂലി? അരി കഴുകാൻ ഉണക്കി ഇടൂല ഇങ്ങനെ. അപ്പൊ ഈ കാക്കത്തൂവൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കയൊന്നും വരില്ല. അവിടെ ഇല്ലേ പറന്നോണ കാക്കയുടെയൊന്നും അല്ല എടുക്കാൻ പറ. അവിടെ കാക്കത്തൂല് വീണെടുപ്പുണ്ടാവും, അതെടുത്തോണ്ട് വന്നാൽ മതി. പോക്കണ്ടേ പറന്ന് പിടിക്കാൻ പോലെ പോണ. അയ്യോ, വേദന എടുത്തിട്ട് പോയാ? ഇല്ല, നടു ഭയങ്കര വേദന. എടുക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. അഭിനയിക്കണ എന്തിന്? ആരഭിനയിച്ച്?
ഇവിടെ വന്നേ അതെടുക്ക്. ഇതെന്ത് ചെയ്യണ്ടേ? അല്ല ഈ പായ വിരിക്കണമല്ലോ, എവിടെ വിരിക്കും? വെയിലെല്ലാം എടുത്ത് വിരിക്കണം. നമുക്ക് അവിടെ വെച്ചാലോ? ആ അവിടെ വിരിക്കാൻ നല്ല വെയിലുണ്ടാവും. ഇതെന്ത് ചെയ്യണ്ടേ? അതിലോട്ട് കമുത്ത്. എന്തോ നീ കാണിച്ചത്? എന്താ സിമെന്റാ മെറ്റിലാ? അത് നേരത്തെ ആ പായല് മൊത്തം ഇങ്ങനെ കൈവച്ച് കൊറേ അരി പോയി. അമ്മ ഇതിട്ടോട്ടെ. അതിടണ്ട പോ. അല്ല ഈ അരിയുടെ അഴുക്കൊക്കെ പോയാ? പിന്നെ 3-4 പ്രാവശ്യം നോക്കണ്ടേ? എടുക്കണത് ഞാൻ ചോദിച്ചത് ഉത്തരം കിട്ടിയില്ല. ഇതിന്റെ അഴുക്കൊക്കെ പോയാ? 3-4 പ്രാവശ്യം കഴിയാണ് കൊച്ചേ. എനിക്കറിയില്ലേ കഴിയണോന്ന്. ചേച്ചിയോടെ എന്തോന്ന് കാണിക്കണേ? വെച്ചു ഒരു മൂലക്കിട്ട് തടവണേ. മൊത്തം നേരത്താണ് ഈ അരി ഇങ്ങനെ മൊത്തം ശിവാനി ഒരു 4 കല്ലെടുത്തുണ്ടോ? ഈ 4 മൂലക്കും വെച്ചു കൊടുക്ക, അല്ലെങ്കിലേ കാറ്റത്ത് പറന്നു പോലെ. അമ്മ തൂവിലെടുക്കാൻ പോയി കേശുവിനെ കാണാനല്ലോ, അവനോടെ പോയി. ആ നീ എന്താ പരുന്തിന്റെ തൂവലെടുക്കാൻ പോയി? ഒരു കാക്കയുടെ തൂവലെടുക്കാനാണ് ഇത്ര സമയം? അമ്മ കാക്കയുടെ തൂവലെടുക്കുക. ഞാൻ ഇവിടുത്തെ പറമ്പ് ഫുള്ള് കേറി ഇറങ്ങി നോക്കി, വേണ്ട അറ്റം പോലും കിട്ടിയില്ലെന്ന്. അപ്പൊ ഇതെവിടെ നിന്ന് കിട്ടി? ഇത് കാക്ക തൂവലല്ലല്ലോ, കൊക്കിന്റെ തൂവലാണല്ലോ. അപ്പുറത്തെ പറമ്പിൽ നിന്ന് കൊക്കിന്റെ ഒരു തൂവൽ കിട്ടി, അത് അഡ്ജസ്റ്റ് ചെയ്ത് പെയിന്റ് ചെയ്തതാ. അച്ഛൻ്റെ ഉടായ്പ മൊത്തം ഉണ്ടട്ടാ കയ്യില്. എടാ കാക്കനെ ഈ തൂവലോണ്ട് പറ്റിക്കാനൊന്നും പറ്റില്ല, അതിനറിയാം കാക്ക തൂവല് വേണ്ട. പിന്നെന്ത് വേണം? ഒരു കണ്ണാടി എടുത്തുണ്ടോ? മതിയാവില്ലേ? ആ ഇങ്ങോട്ടോ. ഞാൻ വെച്ചോളാം. 4 മൂലയ്ക്കും വെച്ചു കൊടുക്ക്. അവിടെ മാറിക്കൊടുക്ക്. കണ്ണാടി എന്തിനാ? അവിടെ മുഖം നോക്കാനാ? പിന്നെ ഈ നട്ടുച്ചയ്ക്ക് ഞാൻ വെയിലത്ത് ഇങ്ങനെ മുഖം നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ കൊച്ചെ കണ്ണാടി വെച്ചിട്ടുണ്ടെങ്കിൽ കാക്ക വരില്ല. അമ്മേ കണ്ണാടി വെച്ചു കൊടുക്ക്. കാക്ക വരുമ്പോഴേ ഇതിന്റെ ലൈറ്റ് അടിക്കുമ്പോ കാക്കങ്ങ് പോയിക്കോളും. കാക്ക ഉണ്ടാ ഇവിടെ അടുത്ത്? ആ വരുന്നുണ്ട്. കണ്ട അരി നിരത്തിയപ്പോ കാക്ക വരും. നല്ലോണം നിരത്തിയത്. നല്ലോണം നിരത്തിയിട്ട് ആ മൂലക്കൊക്കെ അതിൽ അവിടെയൊക്കെ കട്ടകുത്തി കിടക്കണുണ്ട്. ഉണങ്ങണ്ടേ ഇത്? അരി വാരി തിന്നണം. അതിനിടക്ക് എന്ത് കിട്ടിയാലും കഴിച്ചോളൂ. പച്ചരിയാണ് വെച്ചാ പിത്തം പിടിക്കും. അവിടെ ഇരുന്നോ കുറച്ചു നേരം. ദൈവനെ ഇരിക്കട്ടെ, അവനല്ലേ പുട്ടും വെള്ളയപ്പൊക്കെ പോയിരിക്കട്ടെ അവിടെ. അമ്മ ഞാൻ അറിയാതെ കഴിച്ചു. അമ്മ നാളെ പുട്ട് മതി കേട്ടാ. മറ്റന്നാ അരിപ്പത്തിരി. അതിന് മറ്റന്നാ അല്ല, അതിന്റെ പിറ്റന്നാ ചപ്പാത്തി. എന്ത് അരിപ്പത്തി വെച്ചാണ് ചപ്പാത്തി ഉണ്ടാക്കണത്? അരിപ്പൊടി വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കണത്. എന്റെ മണ്ട, നാളെ നമ്മള് ഗോതമ്പ് വാങ്ങിക്കും, എന്നിട്ട് അത് പൊടിക്കും. അപ്പൊ മറ്റന്നാൾ പിറ്റന്നാ ചപ്പാത്തി. ആ അത് കൊള്ളാം കേട്ടാ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡ്സ്. ഇതെന്തൊന്ന് ചായക്കടേ? അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ. 2 ദിവസം ആഴ്ചയിൽ ഞാൻ അരിപ്പൊടി കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അമ്മ ദോശ ഇവിടെയുള്ള ഉദ്ദേശമൊന്നും ഇല്ലല്ലേ? നാളെ പൊടിക്കാൻ പോണ അരിപ്പൊടി കണ്ടിട്ട് ഇത്രയും ദിവസം സഹായിച്ച ദോശയെ തള്ളി പറയല്ലേ ലച്ചു? അമ്മ അച്ഛൻ ഫോൺ വിളിച്ചിട്ട് അമ്മ എടുത്തില്ലേ? ഇവിടെ ജോലി എടുക്കണുണ്ടല്ലേ ചേട്ടാ? അച്ഛൻ വിളിച്ചായിരുന്നോ? ആ അച്ഛൻ നേറ്റിങ്ങര് നേരെ ഇവിടെ ചൊക്കലിംഗ മാമന്റെ അടുത്ത് പോകാൻ പോണേ. മധുര പോവാൻ പോണല്ലോ. പോയി അപ്പൊ അവിടെ കനകാന്റി ഉണ്ടാവില്ലേ? ഓ ഛേ, അച്ഛനോട് പോയാൽ മതിയായിരുന്നു. അവനാണെങ്കിൽ നല്ല സൂപ്പർ അരിമുറുക്ക് കുടിക്കാൻ. അരിമുറുക്ക് തിന്നാൻ വേണ്ടിട്ടാണ് നീ മധുരയ്ക്ക് പോവാൻ നിക്കണേ? എടാ നമ്മളിപ്പോ എന്തായാലും അരി പൊടിക്കും, അപ്പൊ നമുക്ക് അമ്മ എടുത്ത് പറഞ്ഞ സൂപ്പർ അരിമുറുക്ക് തിന്നാലോ. എടി അത് അമ്മയ്ക്കൊന്നും അത്ര ഉണ്ടാക്കാൻ അത്ര അറിയത്തില്ലടി. അതൊക്കെ കനകാറ്റി ഉണ്ടാക്കണം, അതാണ് ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കണ അരിമുറുക്ക് നീ എപ്പോഴാണ് കഴിച്ചിട്ടുള്ളത്? അല്ല അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടല്ലോ. പിന്നെ ഇങ്ങനെ നിനക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല? നീ ഇപ്പോഴേ വിധി പ്രഖ്യാപിച്ചത്. അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉള്ളതല്ലോ. സാരമില്ല, അവിടെ കിടക്കുന്ന അരി ഉണ്ടല്ലോ, അത് ഉണക്കി പൊടിപ്പിച്ച് പുട്ടുണ്ടാക്കി തന്നെ നിന്റെ കനകാന്റിന്റെ അടുത്ത് പറ. ഇതാണ് നമ്മുടെ കുഴപ്പം. എന്തായാലും തമാശ പറഞ്ഞു ഉടനെ സീരിയസ് ആയിട്ട്. അമ്മേ ഞാൻ അവിടെ നമ്മുടെ അരി വല്ല കാക്കയോ പ്രാവോ എല്ലാം കൊത്തുന്നുണ്ടോ നോക്കിട്ട് വരാം. കാക്കയോ പ്രാവൊന്നും കൊത്തൂല, നീ കൊത്തായിരുന്നാ മതി. എന്തേ പോണില്ലേ? അങ്ങോട്ട് പോവാ. അല്ല പോകുമ്പോ പുറകെ പോക്കുള്ളതാണല്ലോ, പോണില്ലേ? അപ്പൊ ഞാൻ പോവാതാണ് കുറ്റം. പോയി തന്നേക്കാം.
അമ്മ ഇത് വൈകുന്നേരം അരി പൊടിക്കാൻ പോകുമ്പോഴേ ആ ചെക്കനൊന്നും ഇവിടെ പിടിച്ചു നിർത്തണേ. വെളുപ്പാങ്കാലത്ത് സിനിമ കാണാൻ പോകുമ്പോഴേ ആ ചെക്കനെ കൊണ്ട് പോക്കണ്ടല്ലോ. എന്തേ അരി പൊടിക്കാൻ പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റില്ലേ? ഞാൻ കൊണ്ടുപോക്കോളാം. ആ ഈ കവർ എടുക്കാൻ പോയ കേശു എന്തേ? കേശുവേ അമ്മേ എന്നാ അമ്മേ വിഷ്ണുവാണേടാ. ചേട്ടാ ചേട്ടോയ് വിഷ്ണു ഇത് ഇത് പിടിച്ചേ. ഒരു വള്ളി എടുത്തുണ്ടോ കേശു? പള്ളിയോ? അമ്മ എനിക്കൊരു ഡൗട്ട് അമ്മ. മര്യാദക്ക് പിടിക്കടാ. ചോദിച്ചോടെ, എന്താണ്? ഈ അരി ഉണക്കി കഴിയുമ്പോഴേ ഇതിന്റെ കനം കുറയൂ? ഇത്രയും ദിവസം ഇവിടെ പഠിക്കാൻ വിടണോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറിക്കിട്ടി. അമ്മയ്ക്ക് ഇപ്പോഴാണ് സംശയം മാറി കിട്ടത്. അതെനിക്ക് എപ്പോഴേ മാറിയതാണ്. അതല്ല അമ്മ ഞാൻ ഉദ്ദേശിച്ചേ, നമ്മൾ ഈ മുന്തിരിക്ക് ഉണങ്ങി കഴിയുമ്പോ അതിന്റെ കനം കുറഞ്ഞ് ഇച്ചിരി പോകുന്ന അതുപോലെ അരി ആവുമെന്നാ ചോദിച്ചേ. പോയേ ലച്ചു, മിണ്ടാതിരിക്കി. വള്ളി വള്ളി നല്ല വള്ളി കൊള്ളാല. ഇതെവിടുത്തെ നിന്റെ നിക്കറിന്റെ നിന്റെ പാവാണ്. പിടിച്ചേ. അല്ല ഇത് കെട്ടിയില്ലെങ്കിലേ യുവമാരുണ്ടോന്ന് കൊണ്ടുപോണ ചിലപ്പോ കളഞ്ഞിട്ട് വരും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടി ഇട്ടിട്ടത് കെട്ടിയാ പോരെ? അല്ല കേസ് വള്ളി എങ്ങനെ പൊട്ടിക്കഴിഞ്ഞാ എനിക്കറിയാം പൊട്ടാതെ കെട്ടാൻ. പൊട്ടാതെ കെട്ടിയാ പോയി. അമ്മ പൈസ 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 എടുത്തിട്ട് വരാം ഞാൻ. ആണോ? അല്ല ഞാൻ കൊടുത്തോളാം. അയ്യോ ബുദ്ധിമുട്ടാവും, ഞാൻ എടുത്തോളാം. അല്ല അമ്മ ഇത്തവണ പോകുമ്പോഴേ പൈസ എന്റെ തന്നാ മതി. എന്നാ നീ ഒറ്റക്ക് അങ്ങോട്ട് ചെന്നാ മതി. തല ഇരിക്കുമ്പോ വാല ആടണ്ട. തല ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നില്ലെങ്കിൽ വാല ഇത് ആടും. പിടിച്ചേ. ഞാൻ പോയി എടുത്തോണ്ടില്ല. ഞാൻ എടുത്തിട്ട് വരാന്ന്. അമ്മക്ക് നമ്മളെല്ലാരും നല്ല വിശ്വാസം. നമ്മളെല്ലാരും ഇല്ല, ഞങ്ങളൊക്കെ വിശ്വാസാ. പക്ഷെ നിന്നെ തീരെ വിശ്വാസമില്ല. ചേട്ടാ ഞാനും നിങ്ങള് അരി പൊടിപ്പിക്കാൻ പോകുമ്പോ വരട്ടെ? നിങ്ങൾ അരി പഠിപ്പിക്കാൻ പോകുമ്പോഴേ ഞാനും കൂടി വരട്ടേന്ന്. ഇവിടെ വർണ്ണത്തിന് സഹിക്കാൻ വയ്യ, നീ വരണ്ട അല്ലേ? അതന്നെ ആണെങ്കിലും ഇങ്ങോട്ടെങ്കിലും പോകുമ്പോ ഓട്ടം തന്നെ പെണ്ണി കാണണം. കൂടുതൽ അണ്ണനും ചമ്മയാ നിക്കല്ലോ കേട്ടോ മോനെ. ദൈവക്കും പോണെന്ന് ഇവരുടെ കൂടെ. പോയിക്കോട്ടെ അമ്മ പ്ലീസ്. ഞാൻ കൊറേ പറഞ്ഞിട്ട് മനസ്സിലാവണല്ല. അമ്മ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി. അതന്നെ. എന്താ അവള് വന്നാല് മോള് പോയിക്കോ. അല്ല അനിയത്തിയാ ഇവളെ കൊണ്ടുപോകാൻ നിനക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ പോവണ്ട. അവന് വാടി അയ്യോ നടക്ക് നടക്കാം. നടക്ക് കളയാനായിട്ട് ഇങ്ങനെ തട്ടി 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 നടക്ക്. എങ്ങനെ കൊണ്ടുവരുമോ എന്തോ. കൊണ്ടുവെക്ക്. അമ്മേ എന്ത്? പോയവരെ കാണാനില്ലല്ലോ. മില്ലില് ഭയങ്കര തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും. അല്ല ഈ വിഷ്ണു ചേട്ടൻ മില്ലൊക്കെ അറിയോ? എന്താ കൊച്ചുകുട്ടിയാ അറിയാണ്ടിരിക്കാൻ? ഇല്ല, ആ പിള്ളേരുള്ളതുകൊണ്ട് അറിയായിരിക്കൂലേ. അവന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചേ, ഫോൺ എടുത്തിട്ട്. അവൻ ഫോൺ എടുത്തിട്ട് പോയാ. അത് ശരി, ഫോൺ കൊണ്ടുപോയില്ലേ? ആവശ്യമുള്ള സമയത്ത് ആ ചെക്കന് എപ്പോഴാണ് ഫോൺ കയ്യിലുണ്ടാവൂല. അല്ലാത്ത സമയത്ത് എപ്പോ നോക്കിയാലും ഫോണും കൊണ്ട് നടക്കണ കാണാം. അമ്മയ്ക്കിനി പണിയാണല്ലോ. എന്തിന്? മക്കൾക്കിനി വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? നീ ആയിട്ട് എടുത്തു വെച്ചതല്ലേ ഇത്? നീ തന്നെ അങ്ങ് വെറൈറ്റി ഉണ്ടാക്കിയാൽ മതി. എനിക്ക് സമയമൊന്നുമില്ല. മുങ്ങാൻ നോക്ക. എന്ത്? ഞങ്ങളെങ്ങനെ വേണമെങ്കിലും പറ്റിക്കാൻ വെക്കി. പക്ഷെ കേശു ഉണ്ടല്ലോ, അവനാള് വില്ലനാ, ഏക്കൂല ഒന്നും. അമ്മേ ആ എത്തിയാ? എന്തുപോലെ മില്ലിന്റെ അടിയിൽ പോയി നിന്ന് കൊടുത്താ? അല്ല ഞാൻ സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം. വേണ്ട ഞാൻ പറയാം. ആരെങ്കിലും പറ, എന്താ കാര്യം? ഞാൻ പറയാം. ഞങ്ങൾ അരിയും പൊടിച്ച് സമാധാനത്തോട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വളവിൻ്റെ അവിടെ പുതിയൊരു ബേക്കറി തുറന്നിരിക്കണം. ഇത് കണ്ടിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? ഐസ്ക്രീം വേണമെന്ന്. ഞാൻ പറഞ്ഞു മേടിച്ചു തരാൻ പറ്റില്ല, കാരണം അമ്മയല്ല പറഞ്ഞത് ബാക്കി പൈസ അതുപോലെ തിരിച്ചു കൊണ്ടുവരണമെന്ന്. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതുങ്ങൾ രണ്ടും കൂടി എന്നെ മൂടി പിടിച്ച് വലിച്ച് ഇടിച്ച് ലാസ്റ്റ് ഇതിനകത്തിരുന്ന് അരിപ്പൊടി എടുത്ത് എൻ്റെ തലയിൽ കമിഴ്ത്തി. ഞാൻ വിടോ, ബാക്കിയുള്ള എല്ലായിടത്തും ഇതുങ്ങൾ തലയിൽ കമിഴ്ത്തി. ഇതിനായിരുന്നു രാവിലെ തൊട്ട് ഇത്രയും നേരം ഈ അരി മേടിച്ച് ഇവിടെ തൊട്ട് കഷ്ടപ്പെട്ടത് അല്ലേ? അല്ല അമ്മ മേടിക്കണ്ട. അരിപ്പൊടിയില്ലേ, ഞങ്ങൾ തറയവനെ എല്ലാം കൂടെ തൂത്തായിക്കൊണ്ട് വന്നിട്ടുണ്ടതാ. ഈ കല്ലുമണ്ണൊക്കെയുള്ള അരിപ്പൊടി ആർക്ക് പെണ്ണം വെക്കാനാ? പറയടാ, ആർക്ക് പെണ്ണം വെക്കാനാ?
ലച്ചു ഞാൻ കാര്യമായിട്ട് പറയാം, നിനക്കൊന്നും ഒരു കാലത്തും ദോശയിൽ നിന്ന് മോചനം ഉണ്ടാകാൻ പോണില്ല. നല്ല വീട്ടിലെ പിള്ളേര് പുട്ട ഇടിയപ്പോ അപ്പോ ഒക്കെ കഴിക്കും. ഇതുകൊണ്ട് പുഴുങ്ങി തിന്നിഞ്ഞി. അങ്ങനെ ദോശ ശാപവും കിട്ടി.